116 സങ്കീർത്തനം ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവം ചെയ്ത നന്മകളെ, ദൈവത്തിൻ്റെതായ കരുണയൊക്കെ നന്നായി വിവരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. തുടക്കത്തിൽ തന്നെ കാണുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. സ്തോത്രം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവം കൃപയും നീതിയുമുള്ള കരുണയുള്ള ദൈവമാകൊണ്ട് ആ സ്ഥാനത്തൊക്കെ എൻ്റെ ദൈവം എനിക്ക് ഉപകാരം ചെയ്തു. സ്തോത്രം. അതാണ് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അല്പബുദ്ധികളെ എന്ന് പറഞ്ഞാൽ അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കാം. ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരത്തക്കവണ്ണം യാതൊരു തരത്തിലും കഴിവില്ലാതിരുന്ന എന്നെ എൻ്റെ ദൈവം രക്ഷിച്ചു. സ്തോത്രം. ഞാൻ എളിമപ്പെട്ടു. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് സഹായം ആവശ്യമാണ്, എന്നോടങ്ങ് കരുണ തോന്നണം, അങ്ങനെ സഹായിക്കാതെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് അങ്ങയുടേതായ സഹായം എനിക്ക് തരണമെന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. സ്തോത്രം. ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിനെന്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന് എൻ്റെ വിഷയം അറിയത്തില്ലേ? വേദപുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ വിഷയങ്ങൾ ഇന്നവ എന്ന് ദൈവത്തിനറിയാം. പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ എൻ്റെ വിഷയങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ദൈവത്തോട് പറയേണ്ടത്? അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ സമ്മതിക്കണം, എനിക്ക് അങ്ങയുടെ സഹായം വേണം. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ അല്പബുദ്ധിയാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്കിതിൻ്റെ മേൽ ജയം നേടാനുള്ള പ്രാപ്തിയില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ സഹായം വേണമെന്ന് ഞാൻ നിങ്ങൾ ആവശ്യപ്പെടണം. മിടുക്കനെന്ന് പറഞ്ഞ് നീ ഇരിക്കരുത്. സ്തോത്രം. നീ നിന്നെ തന്നെ താഴ്ത്തി ദൈവത്തോട് പറയണം, ദൈവമേ, ഞാൻ കഴിവില്ലാത്തവനാണ്, ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാപ്തി എനിക്കില്ല, അങ്ങ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ആവശ്യപ്പെടണം. അപ്പോഴാണ് ദൈവം വന്ന് എന്നെ സഹായിക്കുന്നത്. കാരണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ പറയണം, എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണം. എത്ര പേർക്ക് സ്തോത്രം പറയാം? നല്ല മനസ്സോടെ ദൈവം പാകെ പറയണം, ദൈവമേ, അങ്ങെനിക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അങ്ങെനിക്ക് പല കഴിവുകൾ തന്നിട്ടുണ്ട്, കാര്യപ്രാപ്തി തന്നിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ചില വിഷയങ്ങളുടെ നടുവിൽ വരുമ്പോൾ അത് മാത്രം പോരാ, അങ്ങ് തന്നെ എന്നെ സഹായിക്കണം. ദൈവം സഹായിക്കേണ്ടുന്നതിന് എപ്പോഴും നമ്മളിങ്ങനെ ദൈവത്തോട് സഹായം ചോദിക്കണം. എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവമാണ് അതിൻ്റെ ഉടയവൻ. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ അർത്ഥമാക്കുന്ന വേറൊരു കാര്യമുണ്ട്, എന്നെ സഹായിക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും. അതുകൊണ്ടാണല്ലോ സഹായം ചോദിച്ചത്. എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ കഴിവുള്ളവരോടാണല്ലോ ഞാൻ ചോദിക്കുന്നത്. ആ ഒരു വിശ്വാസം അകത്ത് വേണം. അല്ലാതെ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അവിടെ നിന്ന് കിട്ടിയെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയെങ്കിൽ എന്നൊക്കെ അല്ല. ചോദിക്കുന്ന ദൈവം എന്നെ സഹായിക്കാൻ കഴിവുള്ള ദൈവമെന്ന് ദൈവത്തിലൊരു ഉറപ്പ് ഉണ്ടാകണം. എത്ര പേർക്ക് സ്തോത്രം പറയാം? പിന്നെ ഇവിടെ വന്നിട്ട് അവിടെ ഇവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല. ചിലരുണ്ട് അവിടെ പോകുമ്പോൾ അവിടെയും കൂടെ ഒരു മെഴുകുതിരി കത്തിച്ചേരെ,
ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഇനി എവിടെ നിന്നാണ് നന്മ വരുന്നതെന്ന് ആർക്കറിയാം? അങ്ങനെയുള്ളവരുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? എവിടെ നിന്നല്ല നന്മ വരുന്നത്? ദൈവത്തിൽ നിന്നാണ് നന്മ വരുന്നത്. എത്ര പേർക്കൊരു ഉറപ്പുണ്ടകത്ത്? ഒരു മനുഷ്യനുമല്ല നന്മ തരുന്നത്. നന്മ തരുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം എനിക്ക് നന്മ തരും എന്നുള്ള കാര്യത്തിൽ ദൈവമക്കൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. ദൈവം തരുന്ന നന്മയെ തട്ടിമാറ്റാൻ ആർക്കും പറ്റത്തില്ല, തടയാൻ ആർക്കും പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ ആ ഒരു ഉറപ്പ്, നിശ്ചയം നമ്മുടെ ദൈവത്തിൽ അർപ്പിച്ചിട്ട് വേണം ദൈവത്തിങ്കിൽ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പല കാരണങ്ങളുണ്ട്. കുറേ വിഷയങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് ഒരു ഏകാഗ്രതയും ഇല്ലാതെ നമുക്കൊരു റൊട്ടീൻ പ്രാർത്ഥനയുണ്ടല്ലോ, ഇങ്ങനെ അതിനെ അത്രയും വായിച്ചങ്ങ് തീർക്കുക. അതല്ല പ്രാർത്ഥന. പരസ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ സംയമനം പാലിക്കേണ്ടതും അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ ഉചിതമായി ചെയ്യേണ്ടതും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ മറ്റ് അനുഭവങ്ങളിലൊക്കെ യാതൊരു തരത്തിലുള്ള ഫോർമാറ്റും പാലിക്കണമെന്നൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? പരസ്യമായ പ്രാർത്ഥനയ്ക്കൊരു ഫോർമാറ്റുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതാനുള്ള ഒരു ഫോർമാറ്റുണ്ട്. പേഴ്സണൽ ലെറ്റർ, ഇപ്പോൾ പിന്നെ ലെറ്ററൊന്നും ഇല്ലല്ലോ. പണ്ടൊക്കെ ഞങ്ങൾക്ക് ഗ്രാമറൊക്കെ ഉള്ളപ്പോൾ ഒഫീഷ്യൽ ലെറ്റർ എഴുതുക, ഇന്ന് പിന്നെ SMS വിടുക എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക, കാരണം ലെറ്റർ ഇല്ലല്ലോ. സ്തോത്രം. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫോർമാറ്റുണ്ട്. അപ്പോൾ പരസ്യമായുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളത് അനുവർത്തിക്കണം. എന്നാൽ നമ്മുടെ വ്യക്തിപരമായും നമ്മുടേതായ ഞാനും ദൈവവുമായുള്ള വിഷയങ്ങൾക്ക് ഒരു ഫോർമാറ്റിൻ്റെയും ആവശ്യമില്ല. അതാണ് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഫോർമാറ്റൊന്നും ഇല്ലായിരുന്നു. പല പ്രാർത്ഥന കേട്ടിട്ടുള്ള, പല പ്രാർത്ഥന കണ്ടിട്ടുള്ള ആ വയസ്സായ ഏലി പുരോഹിതൻ അതൊരു പ്രാർത്ഥനയാണെന്ന് തോന്നിയില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം ഒരു ഫോർമാറ്റും പാലിച്ചില്ല. ഹല്ലേലൂയ. അവളുടേതായ ചില അവിടെയുള്ള പ്രകടനങ്ങളും അവളുടേതായ ആ പ്രാർത്ഥന എന്ന് തോന്നിപ്പിക്കുന്ന ചില അനുഭവങ്ങളും ഒക്കെ ഏലി പുരോഹിതൻ കണ്ടപ്പോ ഒരു വീഞ്ഞു കുടിച്ചിരിക്കുന്ന ഒരു വ്യക്തി കാണിക്കുന്ന ചേഷ്ടകളാണ് അവളിൽ നിന്ന് വന്നത്. എത്ര പേർക്ക് സ്തോത്രം പറയാ? ഹല്ലേലൂയ. ഒരു വാക്കുപോലും നിന്റെ വായിൽ നിന്ന് പുറത്ത് വന്നില്ലെങ്കിലും, ഹല്ലേലൂയ, ഒരു വാക്കുപോലും പുറത്ത് നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തികൾ കേൾക്കത്തക്കവണ്ണം നീ ഉരുവിട്ടില്ലെങ്കിലും ഇതിനകത്ത് വന്നിരുന്ന എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ എന്നുള്ള അന്തരംഗത്തിൽ നിന്നുയരുന്നതായ ആ മൂളലുകൾ, ആ ശബ്ദങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് തക്കവണ്ണം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ദൈവത്തിനത് മതി. ഹല്ലേലൂയ. ആ ഒരു ആത്മീക അനുഭവം, ദൈവവുമായുള്ള ഒരു ബന്ധം, ദൈവവുമായുള്ള ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. പ്രാർത്ഥിച്ചു എന്ന് വരുത്താനല്ല, ഞാനും വന്നിരുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാനല്ല. ദൈവത്തിന് അത് അംഗീകാരമായി മാറണം. ഞാൻ പ്രാർത്ഥിച്ചു. അത് ദൈവത്തിന് മാത്രമല്ല, നിങ്ങൾക്കും നമുക്കും ഒരു ഉറപ്പ് കിട്ടും. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടു, എൻ്റെ ആരാധന എൻ്റെ ദൈവം കൈക്കൊണ്ടു. അല്ലെങ്കിൽ അകത്ത് പരിശുദ്ധാത്മാവ് പറയും ഒന്നും ശരിയായില്ല. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. ശരിയായില്ല ഇന്നത്തെ പാട്ട്, ശരിയായില്ല ഇന്നത്തെ പ്രാർത്ഥന, ആരാധന ശരിയായില്ല എന്നകത്ത് പരിശുദ്ധാത്മാവ് തരുമ്പോൾ അടുത്തതിനേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ശരിയാക്കാനായി പരിശ്രമിക്കണം. അപ്പോൾ സഹായം ആവശ്യമാണ്. അങ്ങനെ നിലവിളിക്കുന്ന ഭക്തനെ അവിടെ പറയുന്നു, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇനി 7-ാമത്തെ വാക്യത്തിലും 8-ലും ഒക്കെ വരുമ്പോൾ പറയുന്ന ശ്രദ്ധിക്കുക. എൻ മനമേ നീ വീണ്ടും
സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഇതൊരു പ്രധാന കാര്യമാണ്. ഈ എത്ര നന്മ കിട്ടിയാലും ഈ മനസ്സിനൊരു സ്വസ്ഥത വരത്തില്ല. അതിങ്ങനെ പിന്നെയും കിട്ടാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത വരും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറയണം, മിണ്ടാതിരി, സ്വസ്ഥമായി ഇരിക്ക്. മനസ്സിലാവുന്നുണ്ടോ? നീ അടുത്തവരോട് പറയണ്ട, ഞാൻ എൻ്റെ മനസ്സിനോട് പറയണം, ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഈ ഡിസംബർ മാസം ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ നീ അസ്വസ്ഥപ്പെടരുത്. എൻ്റെ ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്താണ് ചെയ്ത ഉപകാരമെന്ന് അടുത്ത് പറയുന്നുണ്ട്. എൻ്റെ ദൈവം എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ തന്നെ ഒരു ജോലിയാണ് എൻ്റെ മനസ്സിനെ എന്ത് ചെയ്യണം? സ്വസ്ഥമായിരിക്കുക, സമാധാനമായിരിക്കുക. ഈ നന്മ ചെയ്ത ദൈവം ഇനിയും ഈ ചില വിഷയങ്ങൾ എപ്പോഴും കാണുമല്ലോ. കുറേ വിഷയത്തിന് എൻ്റെ ദൈവം സ്വസ്ഥത വരുത്തി സമാധാനം തന്നു. ഇപ്പോഴും ചില വിഷയങ്ങളുണ്ട്. അതിന് ഞാൻ എൻ്റെ മനസ്സിനോട് പറയേണ്ടതാണ്, നീ സ്വസ്ഥമായിരിക്കുക. ഇതിനും സമാധാനം വരുത്തി തരാൻ എൻ്റെ ദൈവത്തിന് പറ്റും. എത്ര പേർക്ക് ദൈവത്തിന് ചേർന്ന് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. എൻ്റെ ദൈവം കഴിഞ്ഞ നാളുകളിലൊക്കെ ഇങ്ങനെ ഉപകാരങ്ങൾ ചെയ്തില്ലേ? ഇന്നും ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം വരുത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് സമാധാനപ്പെടുത്തണം. മറ്റുള്ളവർ നമ്മളെ സമാധാനപ്പെടുത്തുന്നത് നല്ലതാണ്. അതിനേക്കാൾ ഞാൻ തന്നെ എന്ത് ചെയ്യണം? അതിനുള്ള കാരണങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കെ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത്, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്കു പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എന്നാൽ അങ്ങനെ അല്ലായിരുന്നു സത്യം. അത് ഞാൻ പരിഭ്രമത്തിൽ പറഞ്ഞു പോയതാണ്. എൻ്റെ ദൈവം എനിക്ക് ചെയ്തതെല്ലാം ഉപകാരങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പരിഭ്രമിക്കുമ്പോൾ, മനസ്സിളകുമ്പോൾ ദൈവം ഒന്നും ചെയ്തില്ല, ദൈവം കരുണ തോന്നിയില്ല എന്നൊക്കെ തോന്നും. എന്നാൽ വാസ്തവമായി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പറയാൻ സങ്കീർത്തനക്കാരനെ പോലെ പറ്റും, ദൈവം എനിക്ക് ചെയ്ത ഈ സകല ഉപകാരങ്ങൾക്കും സ്തോത്രം. ഞാൻ എന്ത് പകരം കൊടുക്കും? അടുത്ത ഭാഗമാണ്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ എൻ്റെ നേർച്ചകളെ ദൈവത്തിൻ്റെ സകല ജനവും കാണുകേ കഴിക്കും. അത് തന്നെ പിന്നെയും പറയുന്നുണ്ട് താഴെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ, യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിൽ ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകേ കഴിക്കും. രക്ഷയുടെ പാനപാത്രമെടുത്ത് എനിക്ക് ഈ നന്മയൊക്കെ തന്ന എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. നന്മ അനുഭവിച്ച, യഹോവയിൽ നിന്ന് സ്വസ്ഥത പ്രാപിച്ച, അനുഗ്രഹങ്ങൾ പ്രാപിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ആ നന്മ അനുഭവിച്ച എന്നിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടണം. എത്ര പേർക്ക് സ്തോത്രം പറയാം? ഹല്ലേലൂയ. ആ തന്ന നന്മ അനുഭവിക്കുന്ന ഞാൻ, അത് തന്ന കർത്താവിൻ്റെ നാമം എങ്ങനെ ഉയർത്തുന്നത്? ദൈവത്തിൻ്റെ പദ്ധതിയോ അതിന് തക്കവണ്ണം എന്നിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. കാരണം എൻ്റെ ദൈവം എനിക്ക് ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ്. സകല ജനവും കാണുകേ, എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തെ, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ദൈവത്തെ പിന്നെയും ഉയർത്തുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു
ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു വനിത പറഞ്ഞ വാക്ക് ഭയങ്കര കോലാഹലമായത് നിങ്ങൾക്കറിയാമായിരിക്കും. സ്തോത്രം. ഞാൻ ബലഹീനപ്പെട്ടു പോയപ്പോൾ, ഞാൻ അസ്വസ്ഥപ്പെട്ടു പോയപ്പോൾ ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ് ആ സ്ഥാനത്ത് എന്നെ ധൈര്യപ്പെടുത്തിയത്, എന്നെ ബലപ്പെടുത്തിയത്, ഈ വലിയ വിജയത്തിന് എന്നെ സഹായിച്ചത് എന്ന് ഉയർത്തിയപ്പോൾ അത് കോലാഹലമായി പോയി. സ്തോത്രം. അതിനെയൊന്നും നീ കാര്യമാക്കണ്ട. നന്മ തന്ന ദൈവത്തെ എവിടെയും ഉയർത്തണം, ലജ്ജിക്കാതെ ഉയർത്തണം. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നന്മ തന്നത് ദൈവമാണെങ്കിൽ ആ നന്മ തന്ന ദൈവത്തെ നീ ഉയർത്തിയേ മതിയാകൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഒരു നന്മ തന്നാൽ നമ്മളെവിടെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അതൊന്ന് പറയണമെന്ന്. എന്നാൽ ഈ മരണത്തിൽ നിന്നൊക്കെ രക്ഷിച്ച ഈ ദൈവത്തെ ഉയർത്താനും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താനും കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. ഹല്ലേലൂയ. അത് ഉയർത്താൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. സ്തോത്രം. ദൈവത്തിൻ്റെതായ മുമ്പാകെ സകല നേർച്ചകളും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതും അല്ലാതെ ഈ നന്മ പ്രാപിച്ചതായ എൻ്റെ മേൽ നിക്ഷിപ്തമായ കടപ്പാടുകൾ ഞാൻ അത് കഴിക്കും. സ്തോത്രം. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ സുവിശേഷം കയ്യിൽ കിട്ടിയതൊക്കെ എത്രയോ പേരുടെ കണ്ണുനീരും എത്രയോ പേരുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനവും കൊണ്ടാണ്. നിന്ദയും പരിഹാസവും ഉപദ്രവവും പട്ടിണിയും ഒക്കെ സഹിച്ച് അനേകര് ഒരാളല്ല അനേകര് വേദനിച്ചതിൻ്റെയും കഷ്ടത അനുഭവിച്ചതിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ ഈ പുസ്തകവുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ കടപ്പാടുകൾ നമ്മുടെ തലമേൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ദൈവം നമുക്ക് നന്മ തരുമ്പോൾ ഇതൊന്നും മറക്കരുത്. ഈ സുവിശേഷത്തിന് വേണ്ടി, ഈ കർത്താവിനെ ഉയർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ഒരു കടപ്പാട്, നേർച്ചകൾ. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ മുമ്പാകെ എല്ലാ ജനവും കാണുക, കഴിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേര് പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. ഇനി അവർക്ക് വേണ്ടി മാത്രമല്ല, വേദനിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അറിയാത്ത എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ അങ്ങ് ഇഷ്ടം പോലെ ഒരു ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് പോയി നമ്മൾ അറിയാത്ത ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ കടപ്പാടുകൾ നമ്മൾ നിവർത്തിക്കണം. ഇങ്ങനെ നേർച്ചകൾ, കടപ്പാടുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞതും അല്ലാതെ എൻ്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നതും ഞാൻ ചെയ്തേ മതിയാകൂ. സ്തോത്രം. അതിൻ്റെ ഇടയ്ക്ക് ഇനിയൊരു വാക്യം കൂടെയുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സ്തോത്രം. യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു. നിൻ്റെ ദാസൻ മാത്രമല്ല, നിൻ്റെ ദാസിയുടെ മകനും കൂടെയാണ്. ഓ സ്തോത്രം. കണ്ടോ, ക്ലെയിം ചെയ്യുകയാണ്. ഞാൻ നിൻ്റെ ദാസനാണ്, പോരാഞ്ഞിട്ട് അങ്ങയുടെ ദാസിയായിരുന്ന ഒരു ഭക്തയുടെ മകനാണ് ഞാൻ. അതാണ് നമ്മൾ പറയുന്ന അബ്രഹാമിൻ്റെയും തലമുറകൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ നിക്ഷേപമെന്ന് പറയുന്നത് ഭക്തിയോടെ ജീവിക്കുക എന്നുള്ളത്. അതൊരു ക്ലെയിമാണ്. എന്നിട്ട് പറയുകയാണ്, യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരുടെ മരണം എന്താണ്? അപ്പം മരണം വരുമ്പോൾ എന്ത് ചെയ്യരുത്? അതിനെ ഒരു പരാജയമായി കാണരുത്. ഭക്തന്മാർ മരിക്കുന്നത്, ഭക്തകൾ മരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയാണ്. അവർ ജയിച്ചു. ജയിക്കാൻ വേണ്ടിയാണല്ലോ നമ്മുടെ എല്ലാം ഓട്ടം. അവർ ജയിച്ചു. സ്തോത്രം. അത് ദൈവമുമ്പാകെ വിലയേറിയ അനുഭവമാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവം ഈ തിരുവെഴുത്തുകളാൽ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ.